ചെറുപ്രായത്തിൽ തന്നെ സാറ് മൃദംഗത്തിന്റെ ഇടയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ചെറിയ പ്രായത്തിൽ മുത്തശ്ശി കഥകൾ പോലെ മൃദംഗത്തിനെ കുറിച്ച് കേട്ട കഥകളുണ്ട്. എനിക്ക് ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങി എന്നുള്ളത് വളരെ സത്യമാണ്. അതിന്റെ കാരണം എൻ്റെ അച്ഛൻ ഗോപാലകൃഷ്ണയ്യർ, അദ്ദേഹം സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു ചെറുപ്പകാലത്ത്, ഈ മൃദംഗം എന്ന് പറയുന്നതും സംഗീതം എന്ന് പറയുന്നതും. പക്ഷെ അച്ഛനെ സംബന്ധിച്ചിട്ട് 5 പെൺമക്കൾക്ക് ശേഷം ലഭിച്ച ഒരു ആൺകുട്ടി എന്നുള്ള രീതിയിൽ എന്നോട് ഭയങ്കരമായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു താല്പര്യമായിരുന്നു അച്ഛന് എന്നെ ഈ പ്രൊഫഷനിൽ എത്തിക്കണം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കത് ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ വിമുഖത കാണിച്ചിട്ടുണ്ട് സാധകം ചെയ്യുന്ന കാര്യത്തിലൊക്കെ. അതുപോലെ കരഞ്ഞിട്ടുണ്ട്. 4 മണിക്കൊക്കെ എഴുന്നേറ്റ് മൃദംഗം വായിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. അതേ സമയത്ത് വിദ്യാഭ്യാസ കാര്യത്തിൽ ഒട്ടും എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒന്നും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഇല്ലായിരുന്നു അച്ഛന്. പക്ഷെ ഈ ഒരു കാര്യത്തില് അദ്ദേഹത്തിന് വല്ലാത്ത ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കണം അതെല്ലാം ഒരു രക്ഷിതാവ് എന്ന രീതിയിലും ഗുരുനാഥൻ എന്ന രീതിയിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് മറ്റുള്ള പലർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു രക്ഷിതാവും മകനെ കലാലോകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാത്ത കാലമാണെന്ന്. അപ്പോ ഞങ്ങൾക്ക് അത്ര വലിയ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലുള്ള ഒരു കുടുംബമല്ല. എന്തിനാ ഈ കലയ്ക്ക് വേണ്ടി അദ്ദേഹം ഇങ്ങനെ എന്നെ നിർബന്ധിച്ചു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ കാരണം ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഒരു ജോലിക്ക് പോകാൻ നിൽക്കുമ്പോഴും അച്ഛൻ വിളിച്ചു പറഞ്ഞു, നീ ആർക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിപ്പോ അച്ഛനും അമ്മയുണ്ട്, അന്നൊരു ചേച്ചിക്ക് കൂടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് 3 പേരും ഞാനും ഉൾപ്പെടെ നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി നീ പോകണ്ട, ജോലിക്ക് പോകണ്ട, നിനക്ക് വേണ്ടി മാത്രം പോയാൽ മതി. നമുക്ക് കഞ്ഞി കുടിച്ചാലും പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, ഈ കലയിൽ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അച്ഛന്റെ മകനായി പിറന്ന ഒരാളെന്ന രീതിയിലാണ് ഞാൻ ഇപ്പോഴും എനിക്ക് എന്ത് ഉയർച്ച ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത്. ഞാനൊരു ഗിന്നസ് റെക്കോർഡുകാരനായാലും അതുപോലെ തന്നെ ഒരു ഡോക്ടറേറ്റ് കിട്ടിയ ഒരാളെന്ന രീതിയിലും ഞാൻ സംസാരിച്ചിട്ടൊന്നുമല്ല അത് നേടിയെടുത്തത്. ഞാൻ ആരോടും എന്തെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും പറയുന്നത്, ഞാൻ മൃദംഗം എന്ന് പറഞ്ഞ ആ ഒരു ഉപകരണത്തിലൂടെ മാത്രമാണ് ഞാൻ ഇതെല്ലാം നേടിയെടുത്തത്. ഇപ്പൊ കിട്ടുന്ന പ്രശസ്തിയല്ല. അപ്പോ അതിനെല്ലാം അച്ഛനോടാണ് എനിക്ക് കടപ്പാട്. ഇല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പം ഈ പുരാണങ്ങളിൽ നമ്മൾ പറയുന്ന ഞാനൊരു പെയിന്റിങ് ചെയ്തിട്ടുണ്ട്, താളം എന്ന് പറഞ്ഞത്. ആ പെയിന്റിങ്ങിൽ ഞാൻ 1 വർഷം എടുത്തു അത് പൂർത്തിയാക്കാൻ. അത് എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഞാൻ എന്തെങ്കിലും തോന്നുമ്പോൾ അതൊക്കെ കുത്തിക്കുറിക്കാറുണ്ട്. അല്ലെങ്കിൽ പെയിന്റിങ്ങിൽ എനിക്ക് വരയ്ക്കാൻ താല്പര്യമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ താളത്തിന്റെ പെയിന്റിങ് വരയ്ക്കാൻ തുടങ്ങാൻ കാരണം, ഒരു ദിവസം ഞാൻ ഈ തിയറി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവന്റെ നൃത്തത്തിന്റെ സമയത്ത്, അതായത് ഈ താണ്ഡവ സമയത്ത് ഒരു കാലിലെ ചെനങ്ക തെറിച്ചുപോയി. അത് 4 പ്രാവശ്യം ഇങ്ങനെ തട്ടിയപ്പോൾ 4 ശബ്ദങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. ത, തി, തോം, ണം. ഇതാണ് മൃദംഗത്തിന്റെ ബാലപാഠം. നമ്മൾ സംഗീതത്തിൽ സരിഗമ പദനി എന്ന് പറയുന്ന പോലെ മൃദംഗത്തിന്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു തുടക്കം അവിടുന്നാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കംപ്ലീറ്റ് അടിസ്ഥാനമായിട്ടുള്ള ലെസൺസ് കംപ്ലീറ്റ് ഉള്ളത്. ബേസിക് ലെസൺസ് കംപ്ലീറ്റ് അതിനെ തത്തിത്തൊണ്ണം എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനും ചിന്തിച്ചു എന്തുകൊണ്ട് അതങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഈ പുരാണങ്ങളിലെല്ലാം നോക്കുന്നു, എവിടെ നോക്കിയാലും ഈ ഒരു ഇതാണ് സ്ട്രെസ് ചെയ്ത് വന്നത്. അപ്പം ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് പെയിന്റിങ് വരയ്ക്കാൻ തുടങ്ങിയത്. ശിവന്റെ ചെലങ്കയിൽ നിന്നും ഉത്ഭവിക്കുന്ന തത്തിത്തൊണ്ണം. അതിനുശേഷം ഞാൻ ആലോചിച്ചത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന താളം. എന്റെ മൃദംഗത്തിന് മാത്രം, ഞാൻ പഠിച്ച മൃദംഗത്തിന് മാത്രമല്ല, ലോകത്തിൽ എന്തൊക്കെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന എത്രയോ മഹാന്മാരായിട്ടുള്ള കലാകാരുണ്ടോ, അവർക്കൊക്കെ ഇതുപോലത്തെ ഈ ഋതം നമുക്കിപ്പോ ഹൃദയത്തിന്റെ തൊട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹൃദയതാളം എന്താണെന്നുള്ളത്. അതാണ് സത്യം പറഞ്ഞാൽ ശരിക്കുമുള്ള താളം. മൃദംഗത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്, മൃദംഗം മണ്ണിൽ നിന്ന് തുടങ്ങിയത്. ഇവിടെ നിന്ന് എങ്ങനെയാണ് മൃദംഗം ട്രാൻസ്ഫോം ആയത് കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ സാർ എങ്ങനെയാണ് നോക്കി കണ്ടിട്ടുള്ളത്? ഞാൻ ഈ തിയറിയൊക്കെ മനസ്സിലാക്കിയപ്പോൾ മൃദംഗത്തിന്റെ മീനിങ് 2 അർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്.
ഒന്ന് മൃദു പ്ലസ് അംഗം. അത് സത്യം പറഞ്ഞാൽ മൃദു എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഉപകരണം. അടുത്തത് മൃദ് പ്ലസ് അംഗം. മൃദ് എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നാണ് സാൻസ്ക്രിറ്റ് മീനിങ്. അപ്പോൾ ഈ സംസ്കൃതത്തിന്റെ അർത്ഥം നമ്മൾ പൗരാണികമായി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലത്തെ ഭാഷ അല്ലെ സംസ്കൃതമായിരുന്നു. അപ്പം ആ മണ്ണ് എന്ന് പറയുന്നത് ഞാൻ കുറെ ആൾക്കാരോടൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ മണ്ണ് കൊണ്ടുള്ള മൃദംഗം ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്റെ കാലഘട്ടത്തിൽ. അത് എവിടെയും കാണാനില്ലായിരുന്നു. അതങ്ങനെ അന്യം നിന്ന് പോയി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അത് പെട്ടെന്ന് നശിക്കും എന്നുള്ളത്. നശിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കാതിരുന്നാൽ നശിക്കും. മണ്ണ് നശിക്കില്ല, കാരണം അത് അത്രയും ഈ ചെങ്കല്ല് പോലെ തന്നെ നമ്മൾ ചൂളയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആ രീതിയിലാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് നശിക്കില്ല. പക്ഷെ അത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും എത്രത്തോളം സൂക്ഷിക്കണം എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇപ്പം മണ്ണ് കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഘടം. ഈ ഘടം എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഒരു ശൈലിയിൽ നിന്ന് മാറിയിട്ടില്ല. അതിനെ കുറച്ച് വെയിറ്റ്ലെസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോ അങ്ങനെ ഈ ഘടം എന്ന് പറയുന്നതാണ് ഇപ്പൊ മണ്ണ് കൊണ്ട് ഞാൻ കാണുന്ന ഒരു കർണാടക സംഗീത വാദ്യം. മണ്ണുകൊണ്ടുള്ള അതാണ് ശരിക്കും പറഞ്ഞ ഘടം. മനസ്സിലായില്ലേ? അത് ആ മീനിങ്ങിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനാണ് ഇപ്പൊ കൊടുക്കേണ്ടത് ആ പേര്. അങ്ങനെ നോക്കുമ്പോ ഈ മൃദംഗം ഞാൻ കാണാൻ തുടങ്ങിയത് മരത്തിലാണ്. ചെറുപ്പം മുതലേ കാണുന്നു. എന്റെ അച്ഛൻ ഒരുപാട് മൃദംഗങ്ങളിൽ ഈ പറഞ്ഞ പോലെ ആഗ്രഹിക്കുന്ന ആളെന്ന രീതിയിൽ കുറെ പരീക്ഷണങ്ങൾക്ക് പുള്ളി സ്വമേധയാ, അതായത് ഈ മൃദംഗം വർക്കേഴ്സിന്റെ സഹായം കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ഈ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ആ മൃദംഗം വർക്കേഴ്സ് ആണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവങ്ങൾ എന്ന് ഞങ്ങൾ വിശ്വസിക്കും. കാരണം അവരെന്ത് ഉപകരണം ഉണ്ടാക്കി തരുന്നോ അതിന്റെ ഔട്ട്പുട്ടിലാണ് ഞങ്ങൾ സ്റ്റേജിൽ കയറി പ്രസന്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പം ആ ഒരു ഉപകരണം നിർമ്മിച്ചു തരുന്ന വ്യക്തികൾ മനസ്സറിഞ്ഞ് നമുക്ക് ചെയ്യുന്ന നേരം ആ ഒരു ഉപകരണം നല്ല മനസ്സോടുകൂടെ ചെയ്തു തരുമ്പോൾ ഒരു 10 മൃദംഗമോ അല്ലെങ്കിൽ 100 മൃദംഗമോ നമ്മൾ നേരാക്കുന്ന നേരത്ത് 1 or 2 മൃദംഗം മാത്രമേ ശരിക്കും നമ്മളുടെ കണ്ടീഷനായിട്ട് ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ ഈ പാടുന്ന വ്യക്തികൾ തൊണ്ട സൂക്ഷിക്കുന്ന പോലെ ഉപകരണത്തിന് അത്രയും മൈന്യൂട്ടായിട്ട് അവർ വർക്ക് ചെയ്ത് തരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കേൾക്കാം. അത് കേൾപ്പിക്കുന്നത് സദസ്സിലൂടെയാണ്. അപ്പൊ സദസ്സിൽ ഞങ്ങളെ സംബന്ധിച്ചിട്ട് മൃദംഗത്തിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോ ആ ഒരു മൃദംഗം ഇപ്പോ കാണുന്നത് മരത്തിലാണ്. ഞാൻ എന്റെ കാലഘട്ടത്തിൽ മരം എന്ന് പറയുന്നത് കുറച്ച് നല്ല വെയിറ്റ് ആയിരിക്കണം, അതായത് നല്ല കാതലോടുകൂടെ മരമായിരിക്കണം. കാതൽ എന്ന് വെച്ചാൽ അത്രയും പഴക്കമുള്ള മരമായിരിക്കണം എന്നൊക്കെ ഒരു നിഷ്കർഷയൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ടെങ്കിലും അതിന് ഒരുപാട് മൂല്യം കൂടുതലാണ്, ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ പ്ലാവാണ് കൂടുതൽ ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ കണിക്കൊന്ന, പിന്നെ അത് കൂടാതെ പനയിലോ തെങ്ങിലോ അത് വളരെ അപൂർവമാണ്. ഏറ്റവും കൂടുതൽ ഒരു 99% പറയുകയാണെങ്കിൽ പ്ലാവിന്റെ മൃദംഗമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഇത് വീട്ടിലുണ്ടാക്കിയ പ്ലാവിന്റെ അച്ഛൻ കടഞ്ഞെടുത്തതാണ്. ഇവിടെ പുറകിൽ തന്നെ അത്ര പ്രായമൊന്നും ആയിരുന്നില്ല പ്ലാവിന്. അച്ഛന്റെ ആഗ്രഹം, വീട്ടിൽ വളർന്ന ഈ പ്ലാവ് എന്ന് പറയുന്നത് ഒരുപാട് ഈ താളം കേട്ടതുകൊണ്ട് അതിലുള്ള ഉപകരണം കൂടുതൽ നന്നായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം അച്ഛനുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു പ്ലാവിനെ അച്ഛൻ മുറിച്ചിട്ട് ഒരു കുറച്ച് കട്ടകൾ അദ്ദേഹം അന്ന് ഉണ്ടാക്കി. അതിലൊന്നാണ് ഇത്. മനസ്സിലായത്? അപ്പൊ അതുമാതിരി ഈ കൊന്നക്കട്ട എന്ന് പറയുന്നതാണ് ഇത്, കണിക്കൊന്ന. ഇത് അച്ഛൻ തമിഴ്നാട്ടിൽ നിന്ന് ഏതൊരു സന്ദർഭത്തിൽ അടുത്ത വിലപേശി വാങ്ങിയതാണ് എന്നൊക്കെ ചരിത്രം പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി അച്ഛൻ വാങ്ങിയ ഒരു മൃദംഗമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിന്റെ ടോണൽ ക്വാളിറ്റി നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെല്ലാം അത് ഉണ്ട്. ഞാനൊരു 10-15 വർഷമായിട്ട് ഞാൻ കേൾക്കുന്നതാണ് ഈ ഫൈബറിൽ മൃദംഗം നിർമ്മിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷെ ഈ അടുത്ത കാലത്താണ് ഞാൻ ആ ഫൈബറിന്റെ കട്ടകളെ കുറിച്ചൊക്കെ ഞാൻ കണ്ടത്. അപ്പം
അത് കൂടുതലും അതിന് ആ, താല്പര്യം എടുത്തിരുന്ന ഉപയോഗം ശ്രീരാമ സാറായിരുന്നു. അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്ന കാലത്തും അദ്ദേഹം ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു കലാകാരനാണ്. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഫൈബറിന്റെ ഒരു സാധ്യതകളെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ വ്യക്തി. അപ്പൊ അദ്ദേഹം മൃദംഗത്തില് ഈ ഫൈബറിന്റെ ഇതിനെ കൊണ്ടുവന്നു. പിന്നെ ഈ പല സ്ഥലത്തും ഇപ്പോഴും അവൈലബിൾ ആയിരുന്നു ഫൈബറിന്റെ മൃദംഗം. പക്ഷെ അതിന് ഈ കേരളത്തിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഫൈബർ മൃദംഗം വെയിറ്റ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് മെച്ചം എന്ന് പറയാനൊന്നുമില്ല. വെയിറ്റ്ലെസ്നെസ് ആണ് ഫൈബറിന്റെ ഒരു പ്രത്യേകത. ആവശ്യകതാണല്ലോ നമ്മളെ സംബന്ധിച്ചിട്ട്. ഇപ്പൊ പണ്ട് കാലത്ത് ഒരുപാട് ഭാരതമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും, ഞാനും ഈ മൃദംഗത്തിന് 15 കിലോ മിനിമം വേണം എന്നുള്ളതാണ് അവർ നിഷ്കർഷിച്ചിരുന്നത്. എന്റെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല കനം വേണം കട്ടയ്ക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പല വലുപ്പത്തിലുള്ള മൃദംഗമൊക്കെ വാങ്ങി 26 ഇഞ്ചിന്റെ മൃദംഗം വരെ വാങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് പല മാറ്റങ്ങളും ആവശ്യമാണെന്ന് നമുക്ക് തോന്നുന്നത്. അത് പരീക്ഷിക്കാത്ത ആൾക്ക് ചിലപ്പോൾ തോന്നിക്കൊള്ളുന്നില്ല. അപ്പം ഞാനിങ്ങനെ തോളത്ത് പണ്ട് തുണിസഞ്ചിയിലാണ് മൃദംഗം കെട്ടിക്കൊണ്ടുപോകുക. അന്ന് ഇപ്പൊ ബാഗൊക്കെ ആയി, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് കുറച്ചുകൂടെ ഈസിയർ ആയിട്ട്, അതുപോലെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ മഴ തട്ടാതിരിക്കാനും ഒക്കെ ഞങ്ങൾ ആ റെക്സിലൊക്കെ നല്ല രീതിയിലൊക്കെ ഇപ്പൊ പാക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല. വെറും തുണി കൊണ്ട് ഒരു കവർ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നനയാതെ സൂക്ഷിക്കണം. ബസ്സിൽ പോകുമ്പോ ഈ ആരെങ്കിലും തട്ടാതെ മുട്ടാതെ സൂക്ഷിക്കണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ സഹിച്ചിട്ടില്ല. ഞാൻ മാത്രമല്ല, എന്നെ പോലുള്ള കലാകാരന്മാർ മൊത്തം സഹിച്ചിട്ടുണ്ട്. മൃദംഗം എന്ന് പറയുന്ന ഉപകരണമാണ് എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഞാൻ ഗടം വായിച്ചിരുന്നെങ്കിൽ ഒരു സന്ദർഭത്തില് അദ്ദേഹം പറഞ്ഞു, ഇനി ഗടം വായിക്കണ്ട എന്ന് പറഞ്ഞു. ഇത് കൈ കേടുവരും. അതായത് ഈ തബല വായിച്ചിരുന്നു ഞാൻ. യുവജനോത്സവങ്ങൾക്കെല്ലാം ഞാൻ കുട്ടികളൊപ്പം ഞങ്ങൾ ഗാനമേള കൊടുക്കുമ്പോൾ ഞാൻ മൃദംഗവും തബലയും കൂടെ വെച്ച് വായിക്കും. അപ്പൊ എന്റെ തബല വായനയായിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വല്ലാതെ ഞെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ അത്രയും ശുദ്ധമായിട്ട് നമ്മൾ മൃദംഗത്തിൽ പഠിച്ചവരാണ് ഇന്ന് മൊത്തം ഇവിടെ ഉള്ള തബല ആർട്ടിസ്റ്റ്. അതുകൊണ്ട് ഞാൻ ഇത്തരം പല ഉപകരണം, കുറച്ച് വയലിൻ പഠിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ കുറച്ച് തൊട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അച്ഛൻ ഇതൊക്കെ വായിക്കുമ്പോഴൊക്കെ നിർബന്ധപൂർവ്വം ഒഴിവാക്കും. വേണ്ട വേണ്ടെന്ന് പറയും. കാരണം എന്റെ ശ്രദ്ധ അവിടെ നിന്ന് അങ്ങോട്ട് പോരുന്നത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് എനിക്ക് മൃദംഗം എന്ന് പറയുന്ന ഉപകരണത്തിനോട് ഒരുപാട് താല്പര്യം ചേർത്തു. അച്ഛനോടുള്ള സ്നേഹം തന്നെയാണ് ആയിരിക്കാം. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുമായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നീട് എന്താ പറയുക, ഞാൻ മൃദംഗമായിട്ട് ഞാൻ കൂടുതൽ അടുത്തു. അതായിരിക്കാം സത്യം. പിന്നെ ഈ പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ എന്റെ പ്രായം വളരെ ചെറുപ്പമായിരുന്ന സമയത്തെ ഞാൻ കുഴൽമന്ദൻ രാമകൃഷ്ണൻ എന്നറിയപ്പെട്ടു. ഈ സ്ഥലത്തിന്റെ പേര് ചേർത്തിയതുകൊണ്ട് അന്ന് ഈ കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. മനസ്സിലായാലും. അപ്പൊ ഒരു ലെറ്റർ അയക്കും, ഇങ്ങനെ കുഴൽമന്ദൻ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഈ സഭയുടെ സെക്രട്ടറി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുമ്പോൾ എന്റെ പേര് കുഴൽമന്ദം കേട്ട് കഴിഞ്ഞാൽ പുള്ളി എന്തോ ഒരു 50, 50, 60 വയസ്സായിട്ടുള്ള ഒരാണെന്ന് ധാരണയായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ മുമ്പ് കൂടെ നടന്നു പോയാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കില്ല. മനസ്സിലായില്ല. അങ്ങനെ പല സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറുപ്പത്തിൽ നമുക്ക് ഈ മൃദംഗം എന്ന് പറയുന്ന ഉപകരണവും സ്ഥലത്തിന്റെ പേരും ചേർത്തി ഞാൻ ഇടയിൽ കൂടെ ഒരാളെന്തിനും ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നു മാത്രം. ഇതിൽ നടത്തിയിട്ടുള്ള എക്സ്പീരിമെന്റ്സ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ്, എക്സ്പീരിയൻസിനുള്ളതിനേക്കാളും ഇന്നോവേഷൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ക്രിയേറ്റീവായിട്ട് സാറ് കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് പറയപ്പെടുന്നു. അത് എന്തൊക്കെയാണ് സാറ് ചെയ്തത്? ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാനിപ്പോ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഈ കലയ്ക്ക് വേണ്ടി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. അത് എന്താണ് എന്ന് ചോദിച്ചാല് ഈ പറഞ്ഞ പോലെ പല ഉപകരണങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സംസാരിച്ച ഇത് തന്നെയാണ് എനിക്ക് ഉത്ഭവം. എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് ചിന്തയുണ്ടാവുമല്ലോ. ഇപ്പൊ വയലിനില് പല മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ കർണാടക സംഗീതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കച്ചേരിയുടെ ശൈലി തന്നെ ഓരോരുത്തരും ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ല. ആ പാറ്റേൺ ശരി, അവരുടേതായിട്ടുള്ള രീതിയിൽ അത് ശരിയല്ല. വളരെ പ്രശസ്തരായിട്ട് പലരും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പണ്ട് കച്ചേരികൾക്ക് തമ്പുരു നിർബന്ധമായിരുന്നു. സദസ്സിന് പുറകെ ഒരു തമ്പുരു വെച്ചിട്ടൊരു ആർട്ടിസ്റ്റ് നേരെ ഇങ്ങനെ മുകളിൽ കാണുമ്പോൾ അത് കച്ചേരിയുടെ ഒരു ആനന്ദമായിരുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. വലിയ കച്ചേരികൾക്ക് പോലും ഇന്ന് കാണാനില്ല. ഇന്ന് ശ്രുതിപ്പട്ടിയും പോയിട്ട് മൊബൈലിലാണ് മൊത്തം ഒരു ഫ്രണ്ടിൽ വെച്ചിട്ടാണ് പലരും പാടുന്നത്. അപ്പൊ ആ മാറ്റം ഉൾക്കൊള്ളാമെങ്കിൽ,
അപ്പോൾ ഈ കർണാടക സംഗീതം ആസ്വദിക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ കലാകാരനോ എന്തുകൊണ്ട് ഇപ്പുറത്തിരിക്കുന്ന ഒരു മൃദംഗം ആർട്ടിസ്റ്റ് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ സഹിച്ചുകൂടാ എന്നുള്ളതാണ് നമുക്ക് ചോദ്യം. മൃദുവിനെ കുറിച്ചും സദ്മൃദംഗത്തിനെ കുറിച്ചും ആ മൃദു എന്ന് പറയുന്നത് ഞാനൊരു 4-5 വർഷമായി അത് കണ്ടെത്തിയിട്ട്. അതിന് മുമ്പേ ഞാൻ കുറച്ച് പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തി വന്നിരുന്നു. അത് എന്റെ അച്ഛന്റെ ഒരു ചിലപ്പോ ആ ഒരു ജീവന്റെ ഒരു ഇത് തന്നെ ആയിരിക്കാം. ഞാൻ എന്റെ കാലഘട്ടത്തിലെ മാറ്റങ്ങളെ ഞാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മൃദു എന്ന് പറയുന്നത് ഞാന് വയലിൻ അതുപോലെ തന്നെ ഫ്ലൂട്ട് ഈ കലാകാരന്മാരുടെ ഫ്യൂഷന് പോയി തുടങ്ങിയിരുന്നു. ഫ്യൂഷൻ. അപ്പൊ ഈ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മീനിങ് ആർക്കും പറയാൻ പറ്റില്ല. പറ്റുമോ? സമന്വയം. സമന്വയം. അത് സമന്വയം എന്ന് നമ്മളൊരു മീനിങ് എല്ലാവർക്കും പറയുന്നു. ഇപ്പൊ ഞാനും നിങ്ങളും കൂടി ചേർന്ന് ഇവിടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു. ഇതുമാതിരിയുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ട് ഇവര് പല നമ്മളൊക്കെ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ആസ്വാദകർക്ക് തൃപ്തികരമായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ആ ഒരു ഭാഷ ഇപ്പൊ നിലനിൽക്കുന്നത്, അല്ലെ? അപ്പൊ ഞാൻ കുറച്ച് കാലഘട്ടം മുമ്പേ ഈ ഫ്യൂഷന് വേണ്ടി എന്നെ പല ബാൻഡിൽ അവർ ഇങ്ങനെ ക്ഷണിച്ച് കഴിയുമ്പോൾ ഞാൻ പോകും. പോയി കഴിയുമ്പോൾ മൃദംഗം കലാകാരൻ ഒരു ഭാഗത്തിരിക്കണം. അതേസമയം വയലിൻ ആർട്ടിസ്റ്റ് സദസ് മുഴുവൻ നടന്നിട്ടാണ് വായിക്കുക. ഫ്യൂഷനെ സംബന്ധിച്ച് വയലിൻ ആർട്ടിസ്റ്റ് എങ്ങനെ വേണിച്ചാൽ ആവാന്നുള്ള രീതിയിൽ അവർ മാറ്റിയെടുത്തു. അതിനുള്ള സാധ്യതകൾ അവർ കണ്ടെത്തി അവർ ചെയ്തു. അതേപോലെ ഈ പറഞ്ഞ പോലെ ഗിറ്റാർ വായിക്കുന്ന ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കീബോർഡിൽ നിന്നിട്ടാണ് വായിക്കുന്നത്. അപ്പൊ ഈ മൃദംഗ കലാകാരൻ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുമ്പോൾ അവന്റെ ആ ഒരു ട്രൂപ്പിനോടൊപ്പമുള്ള പെർഫോമൻസിനെ അവന് ഒന്നുമല്ലാതാവുന്നു വെച്ചാൽ ഇവർ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു മാജിക് പോലത്തെ എന്തെങ്കിലും കാണിക്കാനോ ഗിമിക്ക് കാണിക്കാനോ ഇവരെ കൊണ്ട് അവിടെ ഇരുന്ന് കഴിയുമ്പോൾ സാധിക്കില്ല. ഒരു ലൈവ്ലി ആയിട്ട് തോന്നണമെങ്കിൽ ആ ഒരു സദസ്സിന് കച്ചേരി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴും പറയുന്നു സംഗീതത്തിന്റെ ആ ഒരു നോക്കുമ്പോൾ മൃദംഗം എന്ന് പറയുന്നത് സംഗീത കച്ചേരിക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ നൃത്തരൂപങ്ങൾക്കാണ്. ഇതിലൊന്നും മാറ്റം വരുത്താൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. എന്നെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റം പറയാം. ഞാൻ നിന്നുകൊണ്ട് കച്ചേരിക്ക് മൃദംഗം വായിച്ചു എന്നുള്ളൊരു പരാതി എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അത് അവസാനിപ്പിക്കും. ഭജന സമ്പ്രദായത്തില് അതാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ അത് മാറ്റിയെടുക്കാനുള്ള ഒരു കാരണം, ഞാൻ തിരുവയ്യാറിലെ ത്യാഗരാജോത്സവം, അതുപോലെ നമ്മുടെ കൽപ്പാത്തിയിലെ ത്യാഗരാജോത്സവം, അതുപോലെ ചെമ്പൈ ഗ്രാമത്തിലെ സംഗീതോത്സവം, ഇതിനെല്ലാം ചെറുപ്പം മുതലേ ഈ ഉഞ്ചവൃത്തി പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അത് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ചടങ്ങാണ്. മനസ്സിലായില്ലേ? ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് അത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഒരു ചടങ്ങിൽ അതെന്താണ് അർത്ഥമാക്കുന്നത് വെച്ചാൽ ത്യാഗരാജസ്വാമി പണ്ട് ത്യാഗരാജസ്വാമികളെന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മുടെ പണ്ട് മുതലേ നമ്മൾക്കെല്ലാം ഒരു ദൈവികമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ത്രിമൂർത്തികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹം. ഈ ഭിക്ഷാടനത്തിലൂടെയാണ് ഓരോ ദിവസത്തെ ഉപജീവനം അദ്ദേഹത്തിന്റെ ഭക്ഷണം കണ്ടെത്തിയിരുന്നത് എന്നുള്ളതാണ് അതിന്റെ ശാസ്ത്രം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. അതിനെ ഓർമ്മിപ്പിക്കാനും അദ്ദേഹത്തിനുള്ള ഒരു ട്രൈബ്യൂട്ടിനാണ് ഇത് ചെയ്യുന്നത്, ഉഞ്ചവൃത്തി. അപ്പൊ ആ ഉഞ്ചവൃത്തിക്ക് ഒരു കലാകാരൻ ത്യാഗരാജസ്വാമികളുടെ വേഷം ധരിച്ച് മറ്റുള്ളവർ കൂടെ നടന്ന് പാടി. അപ്പൊ ചില സ്ഥലത്ത് മൃദംഗം കലാകാരന്മാർ ഏതെങ്കിലും ഒരു മൃദംഗം കുറച്ച് വെയിറ്റ്ലെസ് ആയിട്ടുള്ള മൃദംഗം ഉണ്ടെങ്കിൽ ആ മൃദംഗത്തിന് ഒരു തോർത്ത് കൊണ്ട് കെട്ടി, രണ്ടറ്റവും കെട്ടി ഇങ്ങനെ തൂക്കിയിട്ട് അവർക്ക് അത് സാധിക്കില്ല. കാരണം തൂക്കിയാൽ നിന്ന് നടന്നു വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരുടെ കഴിവിന്റെ പകുതിയെ അവിടെ കാണാൻ പറ്റുള്ളൂ. എനിക്കും ഉണ്ടായിരുന്ന അനുഭവം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഉദ്ദേശിച്ച പോലെ നടന്നുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങള് കുറെ പേര് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ കുറെ സ്ഥലത്ത് ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. അത് മാത്രമല്ല, വളരെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാര് എന്റെ ചെറുപ്പത്തിൽ ഞാൻ അവരെ വലിയ ഒരു ഏറ്റവും വലിയ കലാകാരന്മാരായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരുന്ന വ്യക്തികൾ പോലും ഈ ഉഞ്ചവൃത്തിയുടെ കൂടെ ഡാൻസ് ചെയ്തിട്ടൊക്കെ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ട കാര്യം ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് മൃദംഗത്തിൽ ചെയ്തുകൂടാ. അങ്ങനെ ഞാൻ കുറെ പരീക്ഷണങ്ങൾ നടത്തി. ഫൈബർ ഗ്ലാസ്സില് ആ ഒരു ഉപകരണത്തിന് നിർമ്മിച്ച് ആദ്യം ഫൈബറിന്ന് മാറ്റി മരത്തിലൊക്കെ ആയിരുന്നു ചെയ്തത്. പിന്നെ ഫൈബറിലോട്ട് മാറ്റാൻ പറ്റി.
അങ്ങനെ അതിന് കുറച്ചുകൂടെ സാധ്യതകൾ കണ്ടെത്തി അതിനുള്ള ഒരു ബെൽറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നല്ല ഇതായിട്ടുള്ള കാണാൻ ഭംഗിയുള്ള ബെൽറ്റൊക്കെ അതിന് വേണ്ടി കണ്ടി തോർത്തൊക്കെ ഒഴിവാക്കി കാണാൻ ഭംഗിയുള്ള രീതിയിൽ ഞാൻ അത് സ്റ്റേജിൽ അവതരിപ്പിച്ചു. സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് ഒരു പുതിയ പേര് കൊടുത്തു. കാരണം മൃദംഗം എന്ന് പറഞ്ഞ ഉപകരണം അല്ല. കാരണം മൃദംഗത്തിന് ഇപ്പം നമ്മളുടെ മിത്തൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതൊന്നും എനിക്ക് മാറ്റാൻ താല്പര്യമൊന്നുമില്ല. കാരണം താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അത് മാറുമൊന്നുമില്ല. ചെറുത്തുനിൽപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ മറ്റേ ഇതെല്ലാം മൃദംഗം എന്ന് പറയാൻ കുറെ ആളുകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ അതിന് ഒരു സ്വന്തം ഒരു പേര് കൊടുത്തു, മൃദു എന്ന് പറഞ്ഞു. കാരണം മൃദു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് വെയിറ്റ്ലെസ് ആണ് മെയിൻലി. അങ്ങനെ ആ ഒരു ഉപകരണം ഞാൻ ഇപ്പോഴും ഒരുപാട് വേദികളിൽ ലോകം മുഴുവൻ നമുക്ക് പോകാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗ്യമാണ്. ഞാൻ ഇന്നലെയും ഞാൻ പറഞ്ഞത് ഒരു കുട്ടികളുടെ മുമ്പിൽ എനിക്ക് പെർഫോം ചെയ്യാൻ ഈസിയർ ആയിട്ട് നടക്കും. കാരണം മൃദംഗമാണെങ്കിൽ ഞാൻ ഒരു ഭാഗത്ത് ഇരുന്ന് അതിനുള്ള മൈക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. അതുകൂടാതെ ഞാൻ ഈ കോഡ്ലെസ് മൈക്ക് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അന്ന് മൈക്കില്ലാതെ കച്ചേരി നടത്തിക്കൊണ്ടിരുന്ന കലാകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മൃദംഗത്തിന് രണ്ട് സൈഡും മൃദംഗത്തിന് കറക്റ്റായിട്ട് സൗണ്ട് സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്യാതെ ഏതൊരു കലാകാരനും മൈക്കില്ല. പോരെങ്കിൽ അത് പോരാ 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 പറഞ്ഞ് മൈക്കുകാരനെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മിക്സറും മറ്റു കാര്യങ്ങളൊക്കെ വന്നു, അപ്പൊ എല്ലാത്തിനും വന്നു. നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോ മൃദംഗം മാത്രം കേൾക്കാതിരിക്കാൻ പാടില്ല എന്നുള്ള വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ ഇൻസ്ട്രുമെന്റിനും അതിൻ്റെതായിട്ടുള്ള കൂടുതൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി, അതിന്റെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഇന്ന് മൈക്ക് സിസ്റ്റം നമ്മളെല്ലാം ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അപ്പോ അത് മറ്റുള്ളവരുടെ ചെവിയിലെത്താൻ കൂടുതൽ നല്ലപോലെ സൗകര്യമായിരിക്കുന്നു. അതുകൊണ്ട് ഒരു തെറ്റുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ അറിഞ്ഞു, അത് ഞാൻ ദുബായിൽ പോയിട്ട് ദുബായിൽ നിന്നൊരു വ്യക്തി എനിക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ മൈക്ക് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ പരീക്ഷിക്കാൻ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിന്റെ ആൾക്കാർ ചോദിച്ചപ്പോൾ ഇതുകൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പിന്മാറ്റാൻ നോക്കി. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പിന്മാറാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനുള്ള സാധ്യതകളൊക്കെ കണ്ടെത്തി കോഡ്ലെസ് മൈക്ക് 2 വാങ്ങി 2 സൈഡും സെറ്റ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ഈ മൃദു എന്ന് പറഞ്ഞ ഉപകരണം കൊണ്ടുപോയപ്പോൾ കുവൈറ്റിൽ വെച്ചിട്ടായിരുന്നു. അവിടുത്തെ ഒരു സൗണ്ട് ഓപ്പറേറ്ററാണ്. പുള്ളിയുടെ ഒരു കോഡ്ലെസ് ഉണ്ടായിരുന്നു, ഒന്നേ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ പെർഫോം ചെയ്തു ആദ്യത്തെ പ്രാവശ്യം. അതിൽ നിന്നാണ് എനിക്കിതിന്റെ ഒരു സാധ്യതകളെ മനസ്സിലായത്. പിന്നീട് ഞാൻ തന്നെ അതിനെ 2 കണക്കാക്കി അതിനു വേണ്ടി വാങ്ങി. അതിപ്പം എന്നെ സംബന്ധിച്ച് കുറച്ച് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. ഈ ഫ്യൂഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ സോളോ പെർഫോമൻസ് ഏതെങ്കിലും കോളേജുകളിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ നമുക്ക് സുഖമായിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റും. ഓഡിയൻസ് ഒക്കെ അപ്പുറത്ത് അവിടെ ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ പുറകിലുള്ള സദസ്സ്, അതായത് ഈ ഇനാഗുറേഷനൊക്കെ പോകുമ്പോൾ അതിനിടയ്ക്ക് ഒരു 5 മിനിറ്റ്സ് ഒക്കെ പെർഫോം ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് നിലത്ത് ഒരു അതിനുവേണ്ടി ഒരു സെറ്റപ്പ് ഒന്നും ആവശ്യമില്ല. ഞാൻ സ്റ്റാൻഡിങ്ങിൽ തന്നെ വായിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ അതിൻ്റെതായിട്ടുള്ള സാധ്യതകൾ ഇനിയും കൂടുതൽ കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ്. സത്മൃദംഗത്തെ കുറിച്ചാണ്. സത്മൃദംഗം ഇതുമാതിരി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൃദു എന്ന് പറയുന്ന ഉപകരണം ഞാൻ ഫ്യൂഷൻ പ്രോഗ്രാമിനും അല്ലെങ്കിൽ അതുപോലെ ഒരു സോളോ പെർഫോമൻസിനൊക്കെ വേണ്ടി മാറ്റിയെടുത്തു. പിന്നീട് അപ്പോഴും എൻ്റെ മനസ്സ് അവസാനിച്ച് അതിൻ്റെ ഒരു ഈ പുതിയത് കണ്ടെത്താനുള്ള ആ ഒരു തൃഷ്ണയുണ്ടല്ലോ, അത് അവസാനിച്ചിരുന്നില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ഒരു 2 കച്ചേരികൾ അടുപ്പിച്ച് നമുക്ക് ഉണ്ടാവുമ്പോൾ അത് ഈ മൃദംഗം എന്ന് പറയുന്ന കലയെ മനസ്സിലാക്കിയ വ്യക്തികൾക്ക് അറിയുള്ളൂ അതിന്റെ വിഷമം. അതായത് 2 or 3 കോൺസെർട്ട് നമ്മളിപ്പോ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തിരുവനന്തപുരത്ത് തന്നെ ആയിക്കോട്ടെ നമ്മൾ ഏറ്റു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ 3 മൃദംഗം കയ്യിൽ കരുതേണ്ട അവസ്ഥയാണ്. അതൊന്ന് പുരുഷന്റെ കച്ചേരി ആവാം, 2ാം ദിവസം ഒരു ഫീമെയിൽ കോൺസെർട്ട് ആയിരിക്കാം, 3ാമത്തെ ദിവസം ഒരു ഇൻസ്ട്രുമെന്റൽ പ്രോഗ്രാമാണ്. അപ്പോ നമ്മൾക്ക് അവരുടെ ശ്രുതി മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം മെയിൽ വോയിസിന് ഒരു മൃദംഗം വേണം, ഫീമെയിലിന് വേറൊരു മൃദംഗം വേണം. അതുപോലെ തന്നെ മെയിലിൽ തന്നെ പുരുഷന്മാർ പാടുകയാണെങ്കിൽ ഏറ്റവും താഴെ ശ്രുതിയിൽ പാടുന്നവരുണ്ട്, കുറച്ചുകൂടെ ഒച്ചത്തിൽ കുറച്ചുകൂടെ പിച്ച് കൂട്ടി ശ്രുതിയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ 1 ഘട്ട 2 ഘട്ട ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഈ ശ്രുതിയുടെ വേരിയേഷനാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കച്ചേരി ക്യാൻസൽ ചെയ്യാൻ ആയിരിക്കും താല്പര്യം കൂടുക. 2ാമത്തെ കച്ചേരി വേണ്ടാന്ന് വെക്കാം, പറ്റില്ല എന്ന് പറയും. ഞാൻ അങ്ങനെ ഒരുപാട് സമയത്ത് ചെയ്തിട്ടുണ്ട്. കാരണം
സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ബുദ്ധിമുട്ട് ആ ഇൻസ്ട്രുമെന്റിനെ അവിടെ നമ്മൾ കൊണ്ട് സ്റ്റേജിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ പാട്ടുകാരനോ അല്ലെങ്കിൽ വയലിൻ ആർട്ടിസ്റ്റിന് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വയലിൻ ആർട്ടിസ്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം സ്ട്രിങ് മാറ്റിയിടും, അല്ലെങ്കിൽ വേറൊരു വയലിൻ കൊണ്ടുപോയി ഡബിൾ ബോക്സ് ആയിട്ട് അവർ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമുക്ക് പറ്റുന്നില്ല. അത് എത്ര നോക്കിയാലും ഈ പറഞ്ഞ പോലെ ഒരു 3 മൃദംഗങ്ങൾക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ്. അതായത് ഈ ട്രാൻസ്പോർട്ടേഷന്റെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിന് നമ്മൾ ചെലവാക്കുന്ന സംഖ്യ ഏറ്റവും ഭീമമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാനോ അല്ല കലയോടുള്ള സ്നേഹം കൊണ്ടോ ഒരു കലാകാരനും അതിനെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഈ 15 കിലോ ഭാരമുള്ള മൃദംഗം 3 കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിലൊരു മാറ്റം വേണം. അപ്പൊ ഈ മാറ്റം വേണം എന്ന് പറയുമ്പോൾ ഞാൻ മൃദംഗത്തിന്റെ വർക്കേഴ്സിനോടൊക്കെ പറയുമ്പോൾ അവരത് പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യാം. കാരണം അവര് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവര് കണ്ടിട്ടുള്ളതും അവർ ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു പ്രൊഡക്ഷൻ അവർക്ക് അതിൽ നിന്നുകൊണ്ട് ചെയ്യുള്ളൂ എന്നുള്ള പറ്റുള്ളൂ എന്നുള്ളതാണ് അവരുടെ ചിന്ത. അപ്പം ഞാൻ അതിന് മാറ്റം വരുത്താനായിട്ട് ഞാൻ കുറെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ദിവസം ഞാൻ ഫൈബറിൽ തന്നെ ചെയ്തു. ഫൈബറിൽ ഇതിനെ ഒരു ചേഞ്ചസ് വരുത്താനൊക്കെ ഞാൻ ശ്രമിച്ചു. പക്ഷെ അത് എന്തുകൊണ്ടോ അത് നടന്നില്ല. പിന്നീട് ഞാനിവിടെ ഒരു ദിവസം നമ്മുടെ ഒരു പ്ലാൻ സർജിക്കൽസ് വന്നുണ്ട് പാലക്കാട് തന്നെയുണ്ട്. അപ്പൊ പുള്ളിയെടുത്ത് ചെന്നിങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി കുറച്ചുകൂടെ ഒരു താല്പര്യം എടുത്തു ഈ ഒരു വിഷയത്തിൽ. എന്നേക്കാളും കൂടുതൽ പുള്ളി അത് ചെയ്യാം എന്ന് പറഞ്ഞു, കൃഷ്ണദാസ് പറഞ്ഞില്ല. അപ്പൊ എനിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ സ്റ്റീലിൽ ഇതിനെ എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള ചിന്തയിൽ അങ്ങനെയാണ് ഞാൻ ആ ഒരു സ്റ്റീലിൽ ഇതിനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴും അത് ഉണ്ടാക്കുന്ന വ്യക്തികൾ സത്യം പറഞ്ഞ ഈ അവിടുത്തെ സ്റ്റാഫ് ഉണ്ടല്ലോ, അവർക്ക് ഇതെന്തോ ഒരു ഭ്രാന്താണ് കാണിക്കുന്നതെന്നുള്ള തോന്നലുണ്ടാവും. ഞാൻ ചെറിയ ശരി അല്ലെങ്കിൽ അതിനെ വീണ്ടും കൊണ്ടുപോകും. ഇങ്ങനെ ഞാൻ നിരന്തരം അവിടെ കുറേ ദിവസങ്ങൾ പോയി. അങ്ങനെ അവസാനം ആദ്യത്തെ ഒന്ന് ഞാൻ ഉണ്ടാക്കി ഒരു 3 പാർട്ടാക്കി മാറ്റി. അത് നടുവിലത്തെ പാർട്ട് പൊള്ളയാണ്. ഇതൊക്കെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ ഹൃദയക്കാർക്ക്, മനസ്സിലായി. അപ്പോ ഈ ഒരു ചെറിയ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ടോണ് വരാം എന്നുള്ള ഒരു നമ്മളൊരു എന്താ പറയാ ചിന്തയുണ്ടല്ലോ, ചിന്ത യാഥാർത്ഥ്യമായി. മനസ്സിലായില്ലേ? വലിയൊരു സംഭവത്തിനെ ഇത്രയും ഒരു പൊള്ളയായിട്ടുള്ള 24 ഇഞ്ച് വരെയുള്ള പൊള്ളയായിട്ടുള്ള ഒരു മരമാണ് വേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. അത് കട്ടിയുള്ള ഇത്രയും 1 ഇഞ്ച് കനം വേണം എന്നൊക്കെ പറഞ്ഞത്. ആ ഒരു ടോണിന് ഇത്രയും ചെറിയൊരു 5 ഇഞ്ച് മാത്രം നീളമുള്ള ഒരു സംഭവത്തിലോട്ട് ഞാൻ കണ്ടപ്പോ എനിക്ക് തന്നെ ഒരു സത്യം പറഞ്ഞ ഒരു മാജിക് പോലെ തോന്നി എനിക്ക്. കാരണം ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. എന്നെ സ്വമേധയെ ഞാൻ ചിന്തിച്ചു നോക്കി, അയ്യോ ഇതിന് വരോ എന്ന് തോന്നി. അപ്പൊ ഞാൻ അതിനെ കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്ക് തോന്നി പല ശ്രുതികൾ എന്തുകൊണ്ട് അവിടെ ആക്കിക്കൂടാം. അങ്ങനെ ഞാൻ അതിന്റെ വലിപ്പമൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സ്ത്രീകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അതുപോലെ ഈ നേരത്തെ പറഞ്ഞ ഇൻസ്ട്രുമെന്റിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ പല ശ്രുതിയിൽ 5 ശ്രുതിയിലുള്ള ഒരു സെക്ഷൻ ആക്കിയിട്ട് മാറ്റി. ലെഫ്റ്റ് സൈഡ് 1 മതി, അതുപോലെ നടുവിലത്തെ ഭാഗം 1 മതി. മനസ്സിലായില്ലേ? അങ്ങനെ ആ ഒരു സംഭവം ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? മറ്റാരെങ്കിലും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിട്ട് എനിക്ക് അത് കൂടുതൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിയതുകൊണ്ട് അതിന്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ എന്റെ ജീവിതം തന്നെയാണ്. 35 വർഷമായിട്ട് ഞാൻ ഈ ഒരു കലയെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഉപാസിക്കുന്നു, അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇനി വരുന്ന തലമുറയിലെ ആർട്ടിസ്റ്റുമാർ അത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ഉപകരണത്തിന്റെ സാധ്യതകളെ കുറിച്ച് ലോകത്തിനോട് എനിക്ക് കണ്ടെത്തിയ കാര്യങ്ങളുണ്ടല്ലോ അത് ഞാൻ അവതരിപ്പിക്കാൻ സാധിച്ചു. കാരണം ഞാൻ അത് അനൗൺസ് ചെയ്തതും കഴിഞ്ഞ ഓഗസ്റ്റ് 15 കുഴൽമന്ത് വെച്ചാൽ ഞാൻ പ്രോഗ്രാം നടത്തിയതും സദസ്സിന്റെ മുമ്പിൽ വെച്ചിട്ടാണ്. സദസ്സിന്റെ മുമ്പിൽ ഞാൻ വളരെ ചെറിയൊരു ബാഗിലാണ് ഈ ഒരു ഉപകരണത്തിനെ കാണിച്ചു കൊടുത്തത്. അതായത് ഈ ഒരു ബാഗിലാണ് ഞാൻ ഉപകരണത്തിനെ കൊണ്ടുവരുന്നത്.
ഭയങ്കര കോമ്പാക്ട് ആണ്. അപ്പൊ ഞാൻ നീളത്തിലുള്ള മൃദംഗം 24 ഇഞ്ചിന്റെ മൃദംഗമായിരിക്കും എന്നുള്ള ചിന്തയില് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിലുള്ള ഉപകരണത്തിലാണ് ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓഡിയൻസിന് മുമ്പിലാണ് സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തത്. അങ്ങനെ അത് 22 ഇഞ്ചിൽ കറക്റ്റ് മൃദംഗമായി കാണുമ്പോൾ പുറത്തുനിന്ന് കാണും. നമുക്ക് സത്യം പറഞ്ഞാല് ഔട്ട്പുട്ടാണല്ലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അല്ലെ. ഇൻസ്ട്രുമെന്റിന്റെ അകത്ത് എന്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആരും നോക്കണ്ടായിരുന്നു. ഞാനിപ്പോ പറയാതെ അത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അത് മൃദംഗമാണെന്നുള്ള ചിന്തയിൽ ഞാൻ പുറത്ത് അതേപോലെ കവറൊക്കെ ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കിയപ്പോ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. അപ്പം ആ ഒരു സംഭവം എന്നെ സംബന്ധിച്ചൊരു വിജയമാണ്, എന്റെ വിജയമല്ല. ഇനി വരുന്ന തലമുറയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ചെറിയൊരു അല്ലേ, നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവര് സത്യം പറഞ്ഞാൽ ഇനിയുള്ള തലമുറ കലയെ അഭ്യസിക്കണം, മൃദംഗം എന്ന് പറയുന്ന ആ ഒരു ഉപകരണത്തിനെയും സ്നേഹിക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ മാത്രം അത് പെർഫോം ചെയ്തുകൊണ്ട് പോകാമായിരുന്നു എനിക്ക്. എന്നിട്ട് സമൂഹത്തിന് അത് ഞാൻ മൊത്തത്തിലൊരു ഗുണകരമായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അതിന് അതുപോലെ സദ് മൃദംഗം എന്ന് പേര് കൊടുക്കാൻ കാരണം സാൻസ്ക്രിറ്റിന്റെ ഒരു ഇതാണ്, എസൻസ് ആണ്. സത്യം പറഞ്ഞാൽ ട്രൂ എസൻസ് എന്നാണ് മീനിങ് സദ്. അപ്പൊ നമ്മുടെ എസൻസ് എന്താണ് ശരിക്കും മൃദംഗത്തിന്റെ ഭംഗി? ആ കാണുന്ന ആകൃതിയിലാണോ? ആ ഔട്ട്പുട്ട് നാദം തന്നെയല്ലേ. ആ നാദം ഇതിനകത്ത് ഉണ്ട്. ഇപ്പൊ ട്രൂ എസൻസ് അതാണ് സദ് മൃദംഗം. വേറൊരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടൊരു മൂവ്മെന്റിനെ കുറിച്ച് ചോദിക്കാൻ പോകുന്നു. ഈ ദിവസങ്ങളോളം കണ്ടിന്യൂസ്ലി മൃദംഗം വായിച്ചു, ഗിന്നസിൽ തന്നെ പേര് രേഖപ്പെടുത്തി. ഈ കണ്ടിന്യൂസ്ലി മൃദംഗം വായിക്കുന്നതിനെ കുറിച്ച് സാറിന് എന്താ പറയുക? അതെ, എന്താണ് അതിന്റെ മോട്ടിവേഷൻ? മോട്ടിവേഷൻ ആദ്യം പറയുകയാണെങ്കിൽ എനിക്ക് 5 ചേച്ചിമാരാണ്. അപ്പൊ അതില് കൂടുതൽ സ്നേഹിച്ചിരുന്ന ചേച്ചി എന്നെ വിട്ടുപോയി 2004. അത് ഒരു വല്ലാത്തൊരു ട്രാജഡി ആയിരുന്നു എൻ്റെ ലൈഫിൽ. അതിന് മുമ്പ് വരെ ഞാനൊരു മരണം എന്ന് പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തില് ഞാൻ ജനിച്ച മുതൽ ഉണ്ടായിട്ടില്ല. എനിക്ക് അത്രയും സ്നേഹിക്കുന്ന ഒരു വിഭാഗം. അപ്പൊ മരണത്തെ എനിക്ക് അതുവരെയൊക്കെ പേടിയായിരുന്നു, മനസ്സിലായില്ലേ. അപ്പം ഞാനൊരു ദിവസം MA മ്യൂസിക്കിന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഡോക്ടർ വിളിക്കുന്നത്. രാമകൃഷ്ണനെ ചേച്ചി അധികകാലം ജീവിച്ചിരിക്കില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പ്രഭ എന്ന് പറയുന്ന ആ ഒരു സഹോദരി നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 6 മാസത്തിലപ്പുറം അവർ ജീവിച്ചിരിക്കില്ല എന്ന് മുൻധാരണയുള്ള ഒരു വിധി വരുമ്പോ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ദുഃഖിച്ചു. അപ്പൊ ഞാൻ അവിടുത്തെ പഠിത്തമൊക്കെ ഒഴിവാക്കി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോ അച്ഛനും അമ്മയും പ്രായമായി. ഇവരെ ഇതൊന്ന് അറിയിക്കാതെ ജീവിക്കാതെ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ സീരിയസ്നെസ് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അത് ലങ് ക്യാൻസർ വന്നു. ഒരു തരത്തിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ഞാൻ സൃഷ്ടിച്ചത് എന്റെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ 36 മണിക്കൂറിന്റെ ഒരു ഗിന്നസ് റെക്കോർഡ്. അതൊരു പക്ഷേ ചിലപ്പോൾ നാട്ടിൽ പലർക്കും വിരോധം ഉണ്ടായിട്ട് അവർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് തീർത്ത കാര്യമാണ് ഞാൻ പാലക്കാട് സർലയിൽ വെച്ച് ചെയ്തത്, മനസ്സിലായില്ലേ. എന്റെ കുഴപ്പമെന്ന് പറയുന്ന നാട്ടില് നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അന്ന് അവിടെ പോയി അത് ചെയ്തത്. അങ്ങനെ TR അജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇപ്പോഴും ഒരു മഹത് വ്യക്തിയായിട്ട് കാണുന്നു. കാരണം അദ്ദേഹത്തിന്റെ അടുത്തൊരു വാക്ക് അവിടെ ചെന്ന് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, അപ്പൊ നമുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ മാത്രമല്ല അത് ചെയ്തത് അവിടെ. അങ്ങനെ ആ ഒരു സമൂഹം അവിടെ വന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും ഉൾപ്പെടെ 130 ഗായകന്മാരാണ് അത് പാടിയത്. അവർക്കെല്ലാം ഇതിന്റെ പങ്ക് പോകും. അതിനുശേഷം ഞാൻ 101 മണിക്കൂർ കണ്ണൂർ വെച്ച് ചെയ്തു. കണ്ണൂർ വെച്ച് ചെയ്തപ്പോൾ അതിന് കാരണം അവിടുത്തെ എന്റെ ശിഷ്യന്മാർ, അതായത് എന്നെ പ്രായം കൂടുതലുള്ള ആൾക്കാരാണ് അവിടെ പഠിച്ചിരുന്നത്. അപ്പൊ അവര് പറഞ്ഞു, അവരെല്ലാവരും ഒരു ഡോക്ടർ വിനോദും പിന്നെ ഒരു ജിതേന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ റോട്ടറി ക്ലബിന്റെ ഒക്കെ വലിയ ഭാരവാഹികളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ ഹൈലി പ്രൊഫഷണലാണ്. അങ്ങനെ അവർ പറഞ്ഞു, സാറെങ്ങനെ ഈ 36 മണിക്കൂർ ഇരുന്നോണ്ട് ചെയ്തത്? സാറിന് കാലൊന്ന് വേദിച്ചു, ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ് പോലും മടക്കിയിരിക്കാൻ പറ്റുന്നില്ല സാർ. പുള്ളി ഓർത്തോ ഡോക്ടറാണ് കണ്ണൂരിൽ. അപ്പൊ പുള്ളി പറഞ്ഞു, എങ്ങനെ സാറായിരുന്നു? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ മൃദംഗം എന്ന് പറയുന്ന ഉപകരണത്തെ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ റെക്കോർഡ് മൃദംഗത്തിന്റെ ആണെങ്കിൽ, രണ്ടാമത്തത് നമ്മൾ ചെയ്തത് ഹാൻഡ് ഡ്രം മാരത്തോൺ എന്നുള്ള വിഭാഗത്തിലാണ്.
ഡ്രമ്മിങ് മാരത്തോൺ എന്നാണ് റെക്കോർഡിന് പേര് തന്നെ. അത് ഒരു ജാസിൽ ഒരാൾ ചെയ്ത റെക്കോർഡ് 72 മണിക്കൂർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതിന് ബീറ്റ് ചെയ്യാൻ ഞാൻ അപ്രൂവൽ വാങ്ങിയപ്പോഴാണ് അങ്ങനെ ഒരു റെക്കോർഡായിട്ട് അത് മാറ്റിയത്. അത് വിജയിച്ചു, കാരണം സോളോ പെർഫോമൻസാണ് ചെയ്തത്. ഏറ്റവും വിഷമമുള്ള റെക്കോർഡ് അതാണെന്ന് ഞാൻ പറയും. കാരണം 501 മണിക്കൂർ ഞാൻ അതിന് ശേഷം ചെയ്താലും ആ 101 മണിക്കൂറിന്റെ ഒരു തീക്ഷ്ണതയുണ്ട്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം 8 മണിക്കൂർ കഴിഞ്ഞാൽ 15 മിനിറ്റ് മാത്രമേ ബ്രേക്ക്. ഇങ്ങനെ അതുകൊണ്ട് ആ ഒരു റെക്കോർഡ് എന്നെ സംബന്ധിച്ചിട്ട് വല്ലാത്ത ഒരു എന്താ പറയാ വിഷമം ഉണ്ടാക്കിയെങ്കിലും ഞാൻ കൂടുതൽ ആ ഒരു റെക്കോർഡുകളുടെ പിൻബലത്തിലാണ് അറിയപ്പെട്ടത് എന്നുള്ള പിന്നെ നിങ്ങൾക്കൊക്കെ ആ ഒരു ധാരണയായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ 301 മണിക്കൂർ കോയമ്പത്തൂർ നെഹ്റു കോളേജിൽ വെച്ചിട്ട് ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ യൂത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ ഇനിയുള്ള തലമുറയാണെന്ന് സത്യം പറഞ്ഞാൽ അതിനെ കൊണ്ടുവരുന്നത്. അങ്ങനെ യൂത്തിനെ ഈ ഒരു മൃദംഗം എന്ന് പറയുന്ന ഉപകരണത്തിന് ചിലപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് അല്ലെങ്കിൽ ഒരു കീബോർഡ്, ഗിറ്റാർ, ജാസ് ഇത് പഠിക്കാനാണ് കൂടുതൽ താല്പര്യം. അതിനെ വിട്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റിനെ സ്നേഹിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ മൃദംഗം കൊണ്ട് ഞാൻ 13 ദിവസം അവിടെ പെർഫോം ചെയ്തത്. മൃദു എന്നാണ് പേര് കൊടുത്തത്. അതിന് ശേഷമാണ് എന്റെ ചേച്ചി മരിച്ച അതേ ഹോസ്പിറ്റലിൽ, ഒറ്റപ്പാലം നന്ദവനം ഹോസ്പിറ്റലിൽ 501 മണിക്കൂറിന്റെ ഒരു റെക്കോർഡ് നേടിയത്. അത് റിതം തെറാപ്പി എന്നാണ് പേര് കൊടുത്തത്. കാരണം സംഗീതവും ഈ രോഗിയുമായിട്ട് ബന്ധം പറയുന്ന കൂട്ടത്തിൽ താളവും രോഗിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ അറിയണം. സംഗീതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാഗങ്ങളെ കുറിച്ച് നന്നായി പഠിപ്പിച്ചു കൊടുത്താലേ എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ താളം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനെയാണ് ഞാൻ ബേസ് ചെയ്തത്. അങ്ങനെ കുറെ നമ്മൾ അതിനുള്ള പരീക്ഷണങ്ങൾ നടത്തി. ഇപ്പോഴും ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴൊക്കെ ഇതുമായിട്ട് ഞാൻ ലിങ്ക് ചെയ്യാറുണ്ട്. അന്നത്തെ എക്സ്പീരിയൻസും ഉണ്ട്. ആ കണക്ഷൻ ഒന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും സാർ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ട് പറയുമ്പോൾ. ഈ അസുഖവും താളവും തമ്മിലുള്ള അതെ, ഇപ്പൊ നമ്മള് എപ്പോഴും എന്തൊരു മെഡിറ്റേഷന്റെയും ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഹേർട്ട് ബീറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യാന്നാണ് പറയും അല്ലെ? കുറച്ചുകൂടി ശാന്തമായിരിക്കും. എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഹൃദയം പിടിച്ചോണ്ടേയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നാണ് പറയുക അല്ലെ? അപ്പോ ഈ പൾസിന്റെ ഇത് നോക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് 21 ദിവസം ഞാൻ കുറെ പരീക്ഷ നടത്തി. ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് പുറത്ത് ഒരു ദിവസം 21 ദിവസം ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നടക്കില്ല. ഒരു കലാകാരൻ 21 ദിവസം സാധകം ചെയ്തതുകൊണ്ട് ഈ ഒരു അനുഭവം കിട്ടില്ല. എനിക്കത് അന്ന് മനസ്സിലായി. അത് ഈ ലോങ്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് പലതും നമുക്ക് ഉണ്ടായി. കാരണം വേറൊരു ലോകത്തേക്ക് നമ്മൾ പോകുന്നു, തിരിച്ചു വരുന്നുള്ള അനുഭവമൊക്കെ എനിക്കന്ന് ഉണ്ടായിരുന്നു. അതുപോലെ ഈ റിതം തെറാപ്പി ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ അവരെ നല്ലപോലെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു. നന്ദവനം ഹോസ്പിറ്റലിൽ ഡോക്ടർ നാരായണൻകുട്ടി, അതുപോലെ അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും. അപ്പോൾ എല്ലാ റൂമുകളിലും സൗണ്ട് സിസ്റ്റം ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഞാൻ ഇവിടെ പെർഫോം ചെയ്യും. ഹോളിൽ വായിക്കുമ്പോൾ അവർക്ക് എല്ലാവരും രാത്രിയും കേൾക്കാം അവിടെ രീതിയിൽ. പിന്നെ അവിടുത്തെ രോഗികളൊക്കെ അവിടെ വന്നിരിക്കും, കുറച്ചു നേരം ശാന്തമായിരിക്കും. പലരും പല അഭിപ്രായങ്ങൾ പറയും. അങ്ങനെ കുറെ അനുഭവം കിട്ടിയത് എന്താന്ന് വെച്ചാല് ഈ BP കൺട്രോൾ ആവുന്നുണ്ട്. ഒരു ഹാഫ് ആൻ അവർ നമ്മൾ മൃദംഗം സാധാരണ അടിച്ചു പൊളിച്ച് വായിക്കുന്ന പോലെ വായിക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഹൃദയവും അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കണം. അതൊരു പക്ഷേ ചിലപ്പോ എന്താ പറയാ സിക്സ് സെൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാമെങ്കിൽ നമ്മുടെ ചെവിക്ക് നമുക്ക് കേൾക്കുന്നതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ശാന്തമായിട്ട് നമ്മൾ അതിനെ കേൾക്കുന്ന നേരത്തെ തീർച്ചയായിട്ടും അതിന്റെ ഒരു സുഖം നമ്മൾ അനുഭവിക്കുന്നു, താളത്തിന്റെ സുഖം. ആ സുഖമാണ് സത്യം പറഞ്ഞാൽ ശാന്തത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധ്യാനത്തിന്റെ ഒരു അവസ്ഥ. ധ്യാനത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരെ ഞാൻ അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നിയ താളത്തിനും അത് പറ്റും എന്ന ചിന്തയിൽ ഞാൻ കൊണ്ടുവന്നു. അതുപോലെ കുറച്ച് മാനസികമായിട്ട് അസുഖമുള്ള കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെയും നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് മാറ്റാൻ പറ്റി. അതിനുശേഷം ഞാൻ ഈ അനുഭവം ഉൾക്കൊണ്ട് ഒരു CD ഞാൻ റെക്കോർഡ് ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കുറച്ച് കൊടുക്കുന്നുണ്ടായി. കുറച്ച് പേഷ്യൻസിനൊക്കെ അന്ന് അതുമായിട്ട് ബേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് കലാകാരൻ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സമൂഹത്തിനോട് ഇങ്ങനെ, അതായത് ഈ മൃദംഗം വായിക്കുന്നു, കച്ചേരിക്ക് വായിക്കുന്നു എന്നുള്ള ഉപരി പുതിയൊരു കാഴ്ചപ്പാടിൽ കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളതാണ് ഇത്തരം റെക്കോർഡുകൾ നമ്മൾ നേടുന്നതിനുള്ള
സത്യമാണ്. ഈ സ്പ്രിന്റേഴ്സും മാരത്തോൺ ഓടുന്ന ആളുകളും തമ്മിൽ അവരുടെ പ്രാക്ടീസും അവരുടെ ആ ഓട്ടത്തിൽ തന്നെ വ്യത്യാസം. ഒരു 100 മീറ്റർ ഓടുന്ന രീതിയിലല്ല ഈ മാരത്തോൺ ഓടുന്ന 3 കിലോമീറ്റർ ഓടുന്ന ആളുകൾ. ഇത് സാറ് സോളോ പെർഫോം ചെയ്യുന്ന ആളാണ്, ഫ്യൂഷൻ ചെയ്യുന്ന ആളാണ്, കച്ചേരിക്ക് ചെയ്യുന്ന ആളാണ്, ഇതുപോലെ മാരത്തോൺ ചെയ്യുന്ന ആളാണ്. ഈ വായനകളുടെ വ്യത്യാസങ്ങളും കൂടെ ഒന്ന് ആ അത് ഞാൻ ചെറുപ്പം മുതലേ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം അതിന്റെ ഒരു എന്താണെന്നറിയില്ല, വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് ഗുരുവായൂരപ്പനുള്ളത്. അത് ആ ഒരു രീതിയിൽ അവിടുത്തെ ഈ അട്രാക്ഷൻ വല്ലാതായിരുന്നു. എന്റെ അച്ഛൻ അവിടുത്തെ ഒരു ചുമതലക്കാരനായിരുന്നു മൃദംഗത്തിന്റെ ഇത് 15 ദിവസം. ഇപ്പൊ 15 ദിവസമാണ് ചെമ്പൈ സംഗീതോത്സവം. പണ്ട് 7 ദിവസമായിരുന്നു, അതുപോലെ 12 ദിവസമായി, അങ്ങനെ കൂടിക്കൂടി വന്നു. അപ്പൊ ചെറുപ്പത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലേ ഞാൻ അവിടെ പങ്കെടുത്തോണ്ടിരിക്കുന്നു. ഏഹ് അപ്പോ ഞാന് കോളേജിൽ പോകണമെന്നൊന്നും അച്ഛൻ പറയില്ല. അത് ലീവ് എടുത്ത് ഞാൻ അവിടെ 7 ദിവസം അച്ഛന്റെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ 10 ദിവസം നിൽക്കും. അതിലൊരാളായിട്ട് ഞാനിങ്ങനെ കൂടെ നടന്നു. പിന്നെ അതിനുശേഷം അച്ഛൻ ചുമതല ഏൽക്കാൻ തുടങ്ങിയ ശേഷം ഞാനും അതിലൊരു പ്രധാനപ്പെട്ട ആളായി മാറി. അങ്ങനെ മൃദംഗത്തിന്റെ ചുമതല അച്ഛൻ കുറച്ച് പ്രായമായപ്പോൾ, അച്ഛൻ വയ്യാതായപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് ഏൽക്കാൻ. പക്ഷെ ചെറുപ്പത്തിൽ തന്നെ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ രാത്രി 3 മണി വരെ 3:30 വരെ നീണ്ടു നിന്നുകൊണ്ടിരുന്നു സംഗീതോത്സവം. അതെന്താന്ന് വെച്ചാല് അതൊക്കെ നമുക്കൊരു നിമിത്തം പോലെ ആയിരിക്കാം. ഇന്ന് അത് അനുവദനീയമല്ല. പണ്ട് എങ്ങനെയാന്ന് വെച്ചാല് അകത്ത് ഭഗവാന്റെ മുമ്പിൽ, അത് ഊട്ടുവരയിൽ ഇപ്പം ആ ഒരു നാലുകെട്ടിനകത്ത് നാലമ്പലത്തിന്റെ അകത്താണ്, അവിടെയാണ് നടക്കുക. ശിവേരിയൊക്കെ നടക്കുന്നില്ലേ, ആ ഭാഗത്ത് ഊട്ടുവരയിലാണ് ഈ സംഗീതോത്സവം നടക്കുക. ഇപ്പൊ പുറത്താണ് നടക്കുന്നത്. അന്ന് ആ ഒരു അപ്പുറത്ത് ആ കുളത്തിന്റെ ഒരു തണുപ്പും ഇപ്പുറത്ത് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹവും കൂടെ ചേരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രതീതിയായിരുന്നു. അപ്പൊ ക്ഷീണം അറിയില്ല. അന്ന് രാവിലെ 5 മണിക്ക് കൃത്യം തുടങ്ങും, രാത്രി 3:30-ക്ക് 4 മണിയാകുമ്പോൾ അവസാനിക്കും. അപ്പൊ ഞങ്ങൾ വാതിൽ തുറന്നിട്ട് ഞങ്ങൾ പുറത്തു വിടുമ്പോൾ അവിടെ ശിവരി തൊഴാനായിട്ടുള്ള ആൾക്കാര്, നിർമ്മാല്യം തൊഴാനുള്ള രാവിലെ നേരത്തെ നിർമ്മാല്യത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവും പുറത്ത്. എന്നിട്ട് ഞങ്ങൾ നേരെ വേഗം പോയിട്ട് അവിടെ പോകും, റൂമിൽ പോയി വേഗം കുടിച്ച് ഞാൻ തിരിച്ച് 5 മണിക്ക് തുടങ്ങാനായിട്ട് പോകും. ഇത് ആ ഒരു അനുഭവം എനിക്ക് കിട്ടിയത് ചിലപ്പോൾ വേറൊരു കലാകാരന് കിട്ടിക്കൊള്ളണമെന്നുണ്ടായി. അപ്പൊ അറിയാതെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഡെഡിക്കേഷൻ വന്നുപോയി. അപ്പോ ഇത് തന്നെ ആവാം ഒരു പക്ഷേ നമുക്ക് ഈ ദീർഘനേരം ചെയ്യാമെന്നുള്ള ഒരു ആത്മവിശ്വാസം വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്റെ ചേച്ചി ക്യാൻസർ ആയിട്ട് മരിച്ചപ്പോ അവൾ ഭയങ്കര പെയിൻ സഹിച്ചിട്ടാണ് ഉണ്ടായത്. അവളുടെ അവസാന കാലത്ത് ഞാൻ നേരിട്ട് കണ്ടോ, ഞാൻ തീരുമാനിച്ചൊരു 24 മണിക്കൂർ ഞാൻ ആ ഒരു വേദന സഹിക്കണം. എന്റെ ഉൾവിളി അതായിരുന്നു ആദ്യത്തെ. അങ്ങനെയാണ് ഞാനത് ഗിന്നസിലേക്ക്, അത് എൻ്റെ ഒരു സുഹൃത്താണ് കൊണ്ടുവന്ന് തന്നത്, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് 30 മണിക്കൂർ ആരോ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്യാം എന്നുള്ള തോന്നൽ വന്നു. എനിക്ക് എന്താന്ന് വെച്ചാല് ഈ താല്പര്യമെല്ലാം സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ്. കൂട്ടത്തിൽ എന്റെ ധൈര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇങ്ങനത്തെ സംഗീതോത്സവങ്ങൾക്ക് നമുക്ക് നിരന്തരം ചെയ്തിട്ടുള്ള ഒരു സാധനയായിരിക്കും. ഒരുപക്ഷെ വീട്ടിലിരുന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊന്നും ഇത് നേടിയെടുക്കാൻ പറ്റുന്നു.